എല്ലാവർക്കും വന്ദനം. ഒരു പുതിയ ആഴ്ച കൂടി ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി എന്ന അനുഗ്രഹിക്കപ്പെട്ട പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നദിയിലൂടെ ഒഴുകുവാൻ ദൈവം നമുക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ തരുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നദിയിലൊന്ന് മുങ്ങി കുളിച്ച് പോകുന്ന എത്ര വലിയ അനുഗ്രഹമാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ പിതാക്കന്മാരെല്ലാം രാവിലെ എഴുന്നേറ്റ് നേരെ പുഴയിലേക്ക് പോവും, പുഴയോരങ്ങളിലുള്ളവർ. എന്നിട്ട് പുഴയിലൊന്ന് നീന്തി മുങ്ങി കുളിച്ച് കയറി അവരുടെ പ്രവർത്തികളിലേക്ക് പോകുമ്പോൾ ഒരു വല്ലാത്ത ഉന്മേഷമാണ്. ഇന്ന് നീന്തി കുളിക്കുക എന്നുള്ളത് പലർക്കും അതൊരു മരീചിക പോലെയാണ്. അങ്ങനൊരു സംഭവം പലർക്കും ഇല്ല. കുളങ്ങളെല്ലാം നികത്തി വീടുകളെല്ലാം വെച്ചു, കായലുകൾ പോലും വറ്റി വരണ്ടു, നദികൾ അഴുക്കുകൊണ്ട് നിറഞ്ഞു, ശുദ്ധജല തടാകങ്ങൾ അപ്രത്യക്ഷമായി. അതൊക്കെ കൊണ്ട് ഇന്ന് നീന്തൽ എന്നുള്ളത് നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്ന്, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് തന്നെ മാറിപ്പോയി. നമ്മൾ പഠിച്ചിട്ടുള്ളതും യൂഫ്രട്ടീസ് ഡൈഗ്രീസ് നദീതട സംസ്കാരവും സിന്ധു നദീതട സംസ്കാരവും ഒക്കെയും അങ്ങനെ നദിയോരങ്ങളോട് ചേർന്ന് കിടന്ന സംസ്കാരങ്ങളുള്ള നമുക്ക് നദികളുമായിട്ട് വലിയ ബന്ധമുണ്ട്. നദി അത് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കൂടിയാണ്. ഇന്ന് ഡോക്ടർമാർ പറയുന്നത് ആരോഗ്യം മെച്ചപ്പെടുത്താൻ നീന്തൽ പ്രാക്ടീസ് ചെയ്യാനാണ്. അതിനുവേണ്ടി പലയിടത്തും നീന്തൽ കുളങ്ങൾ, വലിയ വലിയ ഹോട്ടലുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീസണുകളിൽ ഒത്തിരി പേര് നീന്തൽ പഠിക്കാൻ പോകുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് നമ്മുടെ എല്ലാ നാടുകളിൽ, നമ്മുടെ എല്ലാം വീടുകളുടെ ഒരു ദിനചര്യയായിട്ട് മാറിയ ഒരു കാര്യമാണ്. ഇതുപോലെ നമ്മുടെ പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ ഈ നദിയിലൂടെയായിരുന്നു ഒഴുകിയിരുന്നത്. അവരുടെ യാത്ര ഈ നദിയിലൂടെയായിരുന്നു. നദി എങ്ങോട്ട് പോകുന്നുവോ അങ്ങോട്ട് അവർ നീന്തും. അതുകൊണ്ടാണ് യെഹെസ്കേൽ 47 നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത വലിയ ഒരു നദി എന്ന് നമ്മൾ വായിക്കുന്നത്. ആ നദിയിലൂടെ നീന്തിയപ്പോൾ അവർ നീന്തിയ കരയുടെ രണ്ട് ഭാഗത്തും വലിയ വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നീന്തുന്നവർക്ക് റിസൾട്ടുകൾ കാണാൻ കഴിയും, വലിയ ഫലങ്ങൾ കാണാൻ കഴിയും, വലിയ വൃക്ഷങ്ങൾ കാണാൻ കഴിയും, നന്മകൾ കാണാൻ കഴിയും. ആറ്ററമ്പത്താണ് ഏറ്റവും ഫലം കായ്ക്കുന്ന, ഇല വാടാത്ത വൃക്ഷങ്ങൾ ഉള്ളത്. അതിന് എന്നും ഒരു നിറവുണ്ടാവും, എന്നും ഒരു തഴച്ചു വളർച്ചയുണ്ടാകും. ഇതുപോലെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്ന് കൂടുതൽ ഫലം കായ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശു കർത്താവിനെ ആരാധിക്കാം. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം ചെയ്തവനെ, ചെയ്തവനെ, ഹല്ലേലൂയ പാടും ഞാൻ, ഹല്ലേലൂയ പാടും ഞാൻ, ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ, യേശുവിനെ. തിന്മയായതെല്ലാം നന്മയാക്കി മാറ്റിയല്ലോ, എൻ ജീവനിൽ അതിശയം
ചെയ്തവനെ ചെയ്തവനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ ഹല്ലേലൂയ പാടും ഞാൻ ഹല്ലേലൂയ പാടും ഞാൻ ആരാധിച്ചു ഉയർത്തുന്നേ യേശുവിനെ യേശുവിനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ 15-16 വാക്യങ്ങളോളം ഏകദേശം വായിച്ച് അവസാനിപ്പിച്ചു. 15-ാം വാക്യം, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. സാധാരണ ലോകത്തിൻ്റെ ലഹരി, മദ്യത്തിൻ്റെ ലഹരി വൈകിട്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ നേരത്തെ ആരംഭിച്ച ഒരു ലഹരി അതെങ്ങനെ ലഭിച്ചു? ഇതെന്തൊരു ലഹരിയാണ്? ഇവരെ ആക്ഷേപിച്ചു. ഈ കൂടിയിരിക്കുന്ന 120 പേരും മദ്യപിച്ചവരാണ്, വീഞ്ഞ് കുടിച്ചിരിക്കുന്നതാണ് എന്ന് ഇവരെ പരിഹസിച്ചു പറഞ്ഞു. ഒരിക്കൽ ഹന്ന എന്ന ഒരു സ്ത്രീ ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൾ മനോവ്യസനത്തോടെ ഇരുന്ന് കരഞ്ഞ് വളരെ ഭാരത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ ശരീരമൊന്ന് ആടി അവൾ ഉലഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഏലി എന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങിയിരുന്നു, വളരെ പ്രായം ചെയ്യുന്നവനായിരുന്നു. അദ്ദേഹം വിചാരിച്ചു, ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ സ്ത്രീ മദ്യപിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഇവളുടെ വീഞ്ഞ് ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവൾ പറഞ്ഞു, യജമാനെ, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ്, ഞാനൊരു വിഷയത്തിന് വേണ്ടി കരയുകയാണ്, ഞാനൊരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പുരോഹിതനായ ഏലിക്ക് അതൊരു കുറ്റബോധം പോലെ തോന്നി. എന്നിട്ട് അദ്ദേഹം അവളെ അനുഗ്രഹിക്കുന്നു. നീ അപേക്ഷിച്ചത് ദൈവം നിനക്ക് തരട്ടെ മോളെ, നീ സമാധാനത്തോടെ പോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അടുത്ത വർഷമായപ്പോൾ അവൾ ഒരു കുഞ്ഞിനെ ഈ പുരോഹിതന്റെ അടുക്കൽ പാലുകുടി മാറിയ ശേഷം ഏകദേശം ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഏലി പുരോഹിതന്റെ അടുത്ത് വരുന്നുണ്ട്. ഈ കുഞ്ഞിന് വേണ്ടിയായിരുന്നു അന്ന് ഞാൻ ഇരുന്ന് കരഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിച്ചു, ഞാൻ മദ്യപിച്ചതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവസന്നിധിയിൽ ദേഹം, ദേഹി, ആത്മാവ്, ഹൃദയം മുഴുവനും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് ആടിപ്പോകും. അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിരിക്കുന്നത് പോലെ ദൈവത്തിൽ മാത്രം ഏകാഗ്രതയോടെ ഇരിക്കുമ്പോൾ, മറ്റെല്ലാം മറക്കുമ്പോൾ, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആത്മാവും ഒരുമിച്ച് ചേരുമ്പോൾ അത് മറ്റുള്ളവർ എന്ത് കാണും, എന്ത് ചെയ്യും എന്നുള്ള ചിന്തകളെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോവും.
അങ്ങനൊരു പ്രാർത്ഥനയാണ് ഹന്ന പ്രാർത്ഥിച്ചത്. കർത്താവേ, നീ ഒരു ആൺകുട്ടിയെ എനിക്ക് തന്നാൽ ജീവപര്യന്തം ഞാൻ നിനക്ക് ആ ആൺകുട്ടിയെ നിനക്ക് തരും. കർത്താവേ, എനിക്ക് ഒരു ആൺകുട്ടിയെ ഞാൻ ചോദിക്കുന്നത് എൻ്റെ നിന്ന മാറ്റാനാണ്. ഞാൻ നിനക്ക് ആ ആൺകുട്ടിയെ തരാൻ കാരണം ദൈവരാജ്യത്തിലെ നിന്ന മാറിപ്പോകണം, ദൈവജനത്തിൻ്റെ നിന്ന മാറണം, എൻ്റെ നിന്നയും മാറണം, കർത്താവെ അങ്ങയുടെ നിന്നയും മാറണം. അതിന് പറ്റിയ ഒരു കുഞ്ഞിനെ, അത് പെൺകുഞ്ഞ് പോരാ, എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നെ വേണം. അവൾ ചോദിച്ചു വാങ്ങി വ്യക്തമായിട്ട്. അവളുടെ ആ പ്രാർത്ഥന എല്ലാം മറന്നുകൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. ദേവാലയത്തിൽ എത്രയോ പേര് വന്ന് പ്രാർത്ഥിക്കുന്നു, അവരോട് ആരും ഇന്നുവരെ വീഞ്ഞ് കുടിച്ചതാണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് അവൾ ദൈവത്തിൽ ലയിച്ച് ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതുപോലെ 120 പേർ ദൈവത്തിലാണ്, മുഴുവനും ദൈവാത്മാവിലാണ്, മുഴുവനും ആത്മനദിയിലാണ്. അവർ പറയുന്ന വാക്കുകൾ അവർക്ക് ദൈവം ഉച്ചരിപ്പാൻ നൽകിയ വാക്കുകളാണ്. അവരുടെ വാക്കുകളല്ല, അവർ പഠിച്ച വാക്കുകളല്ല, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകി എന്നാണ് നമ്മൾ വായിച്ചത്. ആത്മാവ് അവർക്ക് ഉച്ചരിക്കാൻ നൽകിയത്. അത് 4-ാം വാക്യത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി. ഹന്ന ആത്മമണ്ഡലത്തിലേക്ക് കയറിയിരുന്നു. അതുകൊണ്ട് അവളുടെ പ്രാർത്ഥന വളരെയധികം ശക്തിയുള്ളതും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ളതുമായിരുന്നു. അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് വളരെ വ്യക്തമായ ഉത്തരം ലഭിച്ചു. ഇതുപോലെ ഈ 120 പേരും ലോകബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി കർത്താവിൽ മാത്രമായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ അന്യഭാഷ എന്ന് പറയുമ്പോൾ ഇതുവരെയും പറയാത്ത ഭാഷ, ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല. യേശുവിനെ കുറിച്ചും അങ്ങനെയാണ് പറഞ്ഞത്, ഇവൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവിൽ നിറയുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവ് ചില വാക്കുകൾ കൊടുക്കും. ആ വാക്കുകൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യും, ജനങ്ങൾക്ക് വിടുതലും കൊടുക്കും. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാകും. കളിയാക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാകും. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുമ്പോൾ അന്നും ഇന്നും എന്നും പരിഹസിക്കാൻ ആൾക്കാരുണ്ടാവും. കാരണം നമ്മൾ ലോകത്തിലല്ലല്ലോ, ആത്മാവിലാണ്, ദൈവത്തിലാണ്, സ്വർഗവുമായി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മനസ്സിലാകാത്ത ജനങ്ങൾക്ക് എന്തും വിമർശിക്കാം, പറയാം. ആത്മാവ് നൽകിയത് അവർ പറയുകയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞത് ഇവർ പുതുവീഞ്ഞു കുടിച്ചിരിക്കുന്നു. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞു, ഇത് നിങ്ങൾ ഊഹിച്ചതുപോലെയല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. 16-ാം വാക്യം, ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തിരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ ഇത് യോവേല് പറഞ്ഞതാണ്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലൂടെയാണ് ഇപ്പോൾ പത്രോസ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് പത്രോസിന്റെ ഒരു പ്രസംഗം നമുക്ക് കാണാം. അതായത് ദാവീദ് ഇങ്ങനെ പറഞ്ഞു, സങ്കീർത്തനത്തിലൂടെയാണ് പറഞ്ഞത്. ഇപ്പോൾ പറയുന്നു യോവേൽ പറഞ്ഞതാണ്. ദാവീദ് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞതും, യോവേൽ ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞതും, ഇരമ്യാവ് ആത്മാവിൽ നിറഞ്ഞു പറഞ്ഞതും, യെശയ്യാവ് പറഞ്ഞതും, മോശ പറഞ്ഞതും, അങ്ങനെ ആത്മാവിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ പത്രോസ് കണക്റ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണെന്ന്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പത്രോസ് ഇപ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് കണക്റ്റഡ് ആണ്. അവന് പറയാനുള്ളത് ഇത് യോവേല് പറഞ്ഞതാണ്. കുറെ നാളായി വായിക്കുന്നത്.
ഈ വായിക്കുന്നതെല്ലാം നിവൃത്തിയായി കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി. യെശയ്യാവ് പറഞ്ഞതും യിരെമ്യാവ് പറഞ്ഞതും മോശ പറഞ്ഞതും ന്യായപ്രമാണ പുസ്തകത്തിലുള്ളതും എല്ലാം ക്രിസ്തുവിലൂടെ നിവൃത്തിയായി. ഇതാ ഇപ്പോൾ ക്രിസ്തു മുഖാന്തരം പരിശുദ്ധാത്മാവെന്ന നദി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒഴുകുന്നു. ഏദനിൽ നിന്ന് 4 നദികൾ ഒഴുകിയതുപോലെ ഇതാ യോവേല് പറയുകയാണ്, ഇത് ഒഴുകുന്ന കാര്യമാണ് സകല ജഡത്തിന്റെ മേലും. അതാണ് യോവേല് പറയുന്നത്. അത് 17-ാമത്തെ വാക്യം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും. അന്ത്യകാലത്തിന്റെ പ്രത്യേകത ഒരാളെ പോലും വിടാതെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കും. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയും. കാരണം പരിശുദ്ധാത്മാവിനെ കൂടാത്ത ഒരു ജീവിതം ഇനിയില്ല. എല്ലാം പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു ജീവിതം. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതും ആത്മാവ് ചെയ്യാൻ നൽകിയതും ആത്മാവ് കൊടുത്ത ചിന്തകളും ആത്മാവ് കൊടുത്ത സ്വപ്നങ്ങളും ദർശനങ്ങളുമല്ലാതെ സ്വന്തമായിട്ട് ഇപ്പോൾ അവർക്കൊന്നുമില്ല. അതിൻ്റെ അർത്ഥം ബുദ്ധിയിൽ നിന്നോ സ്വന്തം അറിവിൽ നിന്നോ പരിചയത്തിൽ നിന്നോ ഇനി ഒന്നും ചെയ്യണ്ട, എല്ലാം പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് സാക്ഷികളാകും എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. യേശു പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്നെക്കുറിച്ചേ പറയൂ. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞു, ഞങ്ങൾ കേട്ടതും കണ്ടതും നോക്കിയതും തൊട്ടതുമായ വചനം. എന്നാൽ നമ്മൾ എങ്ങനെ പറയും? നമ്മൾ യേശുവിൻ്റെ കൂടെ വള്ളത്തിൽ പോയിട്ടില്ല. 5 അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ നമ്മൾ അവിടെ ഉണ്ടായില്ല. പിന്നെ നമ്മളെങ്ങനെ സാക്ഷികളാകും? സാക്ഷി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഞാൻ സാക്ഷിയാണെന്ന് പറയാൻ ഞാൻ കണ്ടിരിക്കണം. കാണാത്ത കാര്യം എങ്ങനെ സാക്ഷി? യേശുവിന്റെ സാക്ഷിയാകുന്നത് എങ്ങനെയാണ്? എന്നിലുള്ള പരിശുദ്ധാത്മാവ് യേശുവിന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ സാക്ഷിയാകുന്നു എന്ന് പറഞ്ഞാൽ എന്നിലുള്ള പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ആത്മാവാണ്. അതുകൊണ്ട് ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ആത്മാവിലാണ് സാക്ഷ്യം പറയുന്നത്. ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല, എന്നാൽ എന്നിലുള്ള പരിശുദ്ധാത്മാവ് യേശുവിനെ കാണുന്നു. ഞാൻ വ്യക്തമായി യേശുവിനെ കേട്ടിട്ടില്ല, എന്നാൽ പരിശുദ്ധാത്മാവ് യേശുവിനെ കേൾക്കുന്നു. ഞാൻ സ്വർഗത്തെ കണ്ടിട്ടില്ല, എന്നാൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് സ്വർഗത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സാക്ഷിയാണ്. സ്വർഗമുണ്ടോ? ഉണ്ട്. എന്താണ്? എന്നിലുള്ള പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് ഉച്ചരിക്കാൻ തന്നിരിക്കുന്നത് പുതിയ വാർത്തയാണ്. സ്വർഗത്തെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും സ്വർഗത്തിലെ അവസ്ഥകളെക്കുറിച്ചും ഒന്നും കൂടി വ്യക്തമായ ഒരു ചിത്രമാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത്. അതുകൊണ്ട് ഞാൻ സാക്ഷിയാണ്. ഞാൻ സ്വർഗം കണ്ടിട്ടില്ലെങ്കിലും സ്വർഗം മനോഹരമാക്കിയ പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സ്വർഗം കാണാം. ഞാൻ സാക്ഷിയാണ്. എനിക്ക് ധൈര്യമായിട്ട് പറയാം, സ്വർഗമുണ്ട്, പിതാവുണ്ട്, പുത്രനുണ്ട്, നിത്യതയുണ്ട്. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണ്. എല്ലാ തിരുവെഴുത്തുകളിലും പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് എല്ലാ തിരുവെഴുത്തുകളും പറയുമ്പോൾ ഇനി പഴയതുപോലെ പറയണ്ട, ഉറപ്പിച്ച് പറയാം. അതുകൊണ്ടാണ് ഇത് യോവേൽ പറഞ്ഞതാണ്. ഊന്നി പറയാനുള്ളൊരു ശക്തി. ഞാൻ എന്തിനിതൊക്കെ ഇന്ന് രാവിലെ പറയുന്നു എന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവിൽ ബലപ്പെട്ട് പറയണം, പരിശുദ്ധാത്മാവിൽ സംസാരിക്കണം. ആത്മാവ് വന്നാൽ ഇനി നീ തലച്ചോറ് കൊണ്ട് കാര്യം ചെയ്യരുത്, ആത്മാവിൽ സംസാരിക്കണം. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ പറയണം. നമ്മുടെ വീടുകളിൽ പരിശുദ്ധാത്മാവിൽ സംസാരിച്ച് നോക്കൂ. നമ്മുടെ ജോലി സ്ഥലത്ത് ആത്മാവിൽ ഒന്ന് സംസാരിക്കൂ. അത് ജ്ഞാനമായിരിക്കും.
മറ്റുള്ളവരുടെ പറയുന്ന വാക്കുകളെല്ലാം വളരെ ജ്ഞാനത്തിൻ്റെ വിവേകത്തിൻ്റെ ആത്മാവായിരിക്കും. അങ്ങനൊരു അഭിഷേകത്തിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ തന്നു കഴിഞ്ഞു. അത് ലഭിക്കാത്തവർ ഈ ദിവസങ്ങളിൽ യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് യേശുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ യേശുവിൻ്റെ ആത്മാവിൽ നിറയുവാനും എല്ലാവർക്കും കഴിയും. ഇത് സൗജന്യമാണ്, എല്ലാവർക്കും ലഭിക്കുന്നതാണ്. ഈ പുസ്തകങ്ങൾ മുഴുവനും ആത്മാവിൻ്റെ ചലനമാണ്. അതുകൊണ്ട് എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പ്രൈസ് ജനറേഷൻ ചർച്ച് അതിനെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ അഭിഷേകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ മാറും, നിങ്ങളുടെ അവസ്ഥ മാറും, നിങ്ങളുടെ ചിന്താഗതി മാറും. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഈ വചനങ്ങൾ കേട്ട എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയട്ടെ, പരിശുദ്ധാത്മാവിൽ സംസാരിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ ചിന്തിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ സഞ്ചരിക്കട്ടെ, പരിശുദ്ധാത്മാവിൽ ബലപ്പെടട്ടെ, പരിശുദ്ധാത്മാവിൽ ആശ്വസിക്കട്ടെ. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നിറവും കവിഞ്ഞൊഴുക്കും ഞങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോസ്തല പ്രവർത്തികൾ ആവർത്തിക്കുവാൻ ഇത് കേൾക്കുന്ന ഞങ്ങൾക്കെല്ലാവർക്കും, ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും കൃപ കൊടുക്കണം. സൗഖ്യവും വിടുതലും പരിശുദ്ധാത്മാ വന്നതോടുകൂടി അനേക മടങ്ങായി തീർന്നതുപോലെ പരിശുദ്ധാത്മാവിലുള്ള സൗഖ്യങ്ങളും വിടുതലുകളും ഇന്നു മുതൽ ഈ ആഴ്ച തുടങ്ങി വലിയൊരു മൂവായിട്ട് മാറട്ടെ. ഞങ്ങളത് വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു. കേൾക്കുന്ന എല്ലാ വീടുകളിലും വലിയ ആത്മപകർച്ചകളും ഉയർച്ചകളും ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. നമുക്ക് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാം, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ തരാൻ ഒരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. നമുക്ക് വിശ്വസിക്കാം, വചനത്തെ വിശ്വസിക്കാം. സകലർക്കും തരുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറഞ്ഞ് കവിയുമാറാക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.